നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. CPI ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന് ആവേശകരമായ തുടക്കം. ഭരണിക്കാവിൽ നടക്കുന്ന സമ്മേളനം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു. ചുവപ്പ് സേന മാർച്ചിൽ 100 കണക്കിന് വോളണ്ടിയർമാർ അണിനിരന്നു. നിലമ്പൂരിലെ തോൽവിയിലുണ്ടായ കുറവുകൾ നികത്തുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ജയിച്ചാൽ അഹങ്കരിക്കുന്നവരും തോറ്റാൽ തളരുന്നവരുമല്ല കമ്മ്യൂണിസ്റ്റുകാരെന്നും ബിനോയ് വിശ്വം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന രാഷ്ട്രീയ പഠന ക്യാമ്പ് ആലപ്പുഴയിൽ ആരംഭിച്ചു. 3 നാൾ നീളുന്ന ക്യാമ്പ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. സൂംബ വിഷയത്തിൽ വിവാദമുണ്ടാക്കേണ്ട കാര്യമില്ലെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള നടപടികൾ എതിർക്കേണ്ട കാര്യമില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തെ ഡിജിറ്റൽ സർവേയെക്കുറിച്ച് പഠിക്കുന്നതിന് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 15-അംഗ ഉന്നതതല ഉദ്യോഗസ്ഥ സംഘം ആലപ്പുഴ ജില്ലയിലെത്തി. ആര്യാട് വില്ലേജിലായിരുന്നു ആദ്യ സന്ദർശനം. സൈക്കിളും സൈക്ലിംഗും ജീവിതത്തിന്റെ ഭാഗമാക്കിയ ചേർത്തലക്കാരൻ ലോക സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ ഒരുങ്ങുന്നു. ചേർത്തല സ്വദേശിയായ ശ്രീനാഥ് ലക്ഷ്മികാന്ത് നായിക് ലോക ചാമ്പ്യനാകാനുള്ള കഠിനമായ പരിശ്രമത്തിലാണ്. വാർത്തകൾ വിശദമായി. CPI ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന് ആവേശകരമായ തുടക്കം. ഭരണിക്കാവിൽ നടക്കുന്ന സമ്മേളനം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു. വെള്ളിയാഴ്ച വൈകിട്ട് നടന്ന ചുവപ്പ് സേന മാർച്ചിൽ 100 കണക്കിന് വോളണ്ടിയർമാർ അണിനിരന്നു. പതാക ദീപശിഖ കൊടിമര ജാഥകളെത്തി. സാംസ്കാരിക സദസ്സോടെ CPI ജില്ലാ സമ്മേളനത്തിന് ഭരണിക്കാവിൽ തുടക്കമായി. പുതുപ്പള്ളി രാഘവന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നുള്ള പതാക ജാഥ AYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോനും ശൂരനാട് സമരനായകൻ CK കുഞ്ഞിരാമന്റെ വള്ളിക്കുന്നത്തെ സ്മൃതി മണ്ഡപത്തിൽ നിന്നുള്ള ദീപശിഖ പ്രയാണം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KG സന്തോഷും മാവേലിക്കരയിൽ S കരുണാകരക്കുറുപ്പിന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നുള്ള കൊടിമര ജാഥ സംസ്ഥാന കൗൺസിൽ അംഗം A ഷാജഹാനും ഉദ്ഘാടനം ചെയ്തു. വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പതാക ദീപശിഖ കൊടിമര ജാഥകൾ കോയിക്കൽ ചന്ത ജംഗ്ഷനിൽ വൈകുന്നേരം 5 സംഗമിച്ചു. തുടർന്ന് കോയിക്കൽ ചന്തയിൽ നിന്ന് മൂന്നാംകുറ്റിയിലേക്ക് സാംസ്കാരിക വിളംബര ജാഥയും റെഡ് വോളണ്ടിയർ പരേഡും നടന്നു. ജാഥയിലും പരേഡിലും 100 കണക്കിന് പ്രവർത്തകരാണ് അണിനിരന്നത്. സമ്മേളന നഗറിൽ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ PV സത്യനേശൻ പതാകയും S സോളമൻ ദീപശിഖയും ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KS രവി കൊടിമരവും ഏറ്റുവാങ്ങി. സമ്മേളനത്തിന് ആരംഭം കുറിച്ച് സാംസ്കാരിക സമ്മേളന നഗറിൽ മുതിർന്ന നേതാവ് N സുകുമാരപിള്ള പതാക ഉയർത്തി. തുടർന്ന് ശതാബ്ദി ആഘോഷ സാംസ്കാരിക സദസ്സും നടന്നു. ശനിയാഴ്ച രാവിലെ 10 മൂന്നാംകുറ്റി കാം ഓഡിറ്റോറിയത്തിൽ പ്രതിനിധി സമ്മേളനത്തിന് തുടക്കം കുറിച്ചു. വിപ്ലവ ഗായിക PK മേദിനി പതാക ഉയർത്തി. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂരിലെ തോൽവിയിലുണ്ടായ കുറവുകൾ നികത്തുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ജയിച്ചാൽ അഹങ്കരിക്കുന്നവരും തോറ്റാൽ തളരുന്നവരുമല്ല കമ്മ്യൂണിസ്റ്റുകാരെന്നും ബിനോയ് വിശ്വം. രാഷ്ട്രീയ പിന്തുണ, സൈനിക പിന്തുണ, ഡിപ്ലോമാറ്റിക് പിന്തുണ ഇതെല്ലാം കൊടുക്കുന്നത് എന്നും പുറത്തു പോകുന്നത് ഈ പറയുന്ന അമേരിക്ക തന്നെയാണ്. ഇപ്പോഴത്തെ ഒരു പുതിയ കൂട്ടാളി ഉണ്ടായിരിക്കും. ട്രംപ് എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ്, നെതന്യാഹുവിന്റെ പേരായ ഇസ്രായേൽ പ്രധാനമന്ത്രി, ആ കൂട്ടുകെട്ട് പഴയ കൂട്ടുകെട്ടാണ്. ആ കൂട്ടുകെട്ടിന്റെ പുതിയ ബന്ധമാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയിലെ പ്രധാനമന്ത്രി. ട്രംപ്, നെതന്യാഹു, മോദി കൂട്ടുകെട്ട്, ആ കൂട്ടുകെട്ട് ഇന്ത്യയെ ഇന്നിപ്പോൾ ലോകത്തിന് മുമ്പിൽ നിരന്തരമായി ബഹുമാനിക്കുകയാണ്. എന്തെല്ലാം തോന്നിയവാസവും നെതന്യാഹുവും ട്രംപും കാണിച്ചാൽ ഇന്ത്യക്ക് മിണ്ടാനാവില്ല. UN വോട്ടിങ്ങിൽ ഇന്ത്യ പലപ്പോഴും നാണം കെട്ടാൻ നിഷ്പക്ഷത നൽകുന്നു. അതുപോലെ തന്നെ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സാമ്പത്തിക ചേരിയുടെ കൂട്ടുകെട്ട് അവിടെ യുദ്ധത്തിന് പ്രാധാന്യപ്പോൾ അമേരിക്കയ്ക്ക് വേണ്ടി ഇന്ത്യ കൈകൊണ്ടു. കോൺഗ്രസിൽ ജയിച്ചാലും തോറ്റാലും തർക്കമാണ്. ജയത്തിന് പിന്നിൽ ക്യാപ്റ്റനോ മേജറോ എന്ന തർക്കമാണ് നടക്കുന്നത്. ജയിച്ചാൽ അഹങ്കരിക്കുന്നവരല്ല കമ്മ്യൂണിസ്റ്റുകാർ. പാർട്ടി സമ്മേളനം ആരംഭിച്ചതോടെ CPIയിൽ വിഭാഗീയത എന്ന് ചിത്രീകരിക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നു. മൈക്കുമായി വരുന്ന മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ നമ്മൾ വാചാലരാകരുത്. ക്യാമറയും മൈക്കും കാണുമ്പോൾ നിലവിട്ടു പോകുന്നവരല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കുന്നവരെന്നും ബിനോയ് വിശ്വം പറഞ്ഞു.
യൂത്ത് കോൺഗ്രസ് സംസ്ഥാന രാഷ്ട്രീയ പഠന ക്യാമ്പ് ആലപ്പുഴയിൽ ആരംഭിച്ചു. 3 നാൾ നീളുന്ന ക്യാമ്പ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസിന്റെ 3 നാൾ നീളുന്ന സംസ്ഥാന പഠന ക്യാമ്പ് ആലപ്പുഴയിൽ ആരംഭിച്ചു. ആലപ്പുഴ റമദ ഹോട്ടലിൽ നടക്കുന്ന ക്യാമ്പ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പുതിയ കാലഘട്ടത്തിലെ യൂത്തിന്റെ അഭിരുചിക്കനുസരിച്ച് ഈ ഓർഗനൈസേഷനെ കെട്ടിപ്പടുക്കുക എന്നുള്ള ഒരു ഡീപ്പറായ കൺസൾട്ടേഷനാണ് ഈ 3 ദിവസക്കാലം ഉണ്ടാകേണ്ടത് എന്നാണ്. യൂത്ത് കോൺഗ്രസ് കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കാർബൺ കോപ്പി മാത്രമല്ല, മറിച്ച് വർത്തമാനകാല യുവതയുടെ വികാരങ്ങളും ചിന്തകളും ഷെയർ ചെയ്യുന്ന പ്ലാറ്റ്ഫോം കൂടിയാണ്. നമ്മളെല്ലാ കാലത്തും പറഞ്ഞിരുന്നു അത് തന്നെ. ഓഫ്കോഴ്സ് കോൺഗ്രസ്സുകാരാണ് നമ്മളെല്ലാവരും. ആ ആശയങ്ങളാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. ആ ആശയങ്ങളുടെ വിജയത്തിലേക്കുള്ള യാത്രയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അധ്യക്ഷത വഹിച്ചു. കൊടിക്കുന്നിൽ സുരേഷ് MP, PC വിഷ്ണുനാഥ്, ദീപാദാസ് മുൻഷി, അറുവഴകൻ, ഡീൻ കുര്യാക്കോസ്, ഷാഫി പറമ്പിൽ, B ബാബുപ്രസാദ്, MB പ്രവീൺ, S ശരത് തുടങ്ങിയവർ പങ്കെടുക്കുന്നു. ക്യാമ്പ് തിങ്കളാഴ്ച സമാപിക്കും. ടൈം ന്യൂസ്, ആലപ്പുഴ. സുംബ വിഷയത്തിൽ വിവാദമുണ്ടാക്കേണ്ട കാര്യമില്ലെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള നടപടികൾ എതിർക്കേണ്ട കാര്യമില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. സൂംബ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇന്നത്തെ കാലത്ത് പുതിയ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത വലിയ തോതിൽ ചെറുപ്പക്കാർക്ക് ജീവഹാനി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ലൈഫ് ടൈം ഡിസീസുകൾ വളരെ വലിയ തോതിൽ വ്യാപിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അങ്ങനൊരു കാലഘട്ടത്തിൽ സ്കൂൾ തലം മുതൽ തന്നെ ആരോഗ്യ പരിപാലനത്തിന് വേണ്ടി ഇപ്പോൾ നമ്മുടെ ഈ ക്യാമ്പിൽ പോലും മെൻ്റൽ ഹെൽത്തും അതുപോലെ തന്നെ ഫിസിക്കൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട സെഷനുകൾ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു യൂത്ത് കോൺഗ്രസ് ക്യാമ്പിൽ ഉൾപ്പെടുത്തുന്നത്. എന്തുകൊണ്ടാണ് ഉൾപ്പെടുത്തേണ്ടി വരുന്നതെന്ന് ചോദിച്ചാൽ ഇന്ന് ചെറുപ്പക്കാർ നേരിടുന്നൊരു വലിയ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന നിലയിലാണ്. അപ്പോൾ അതുകൊണ്ട് ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള അത്തരം കാര്യങ്ങളൊന്നും വിവാദമാകേണ്ടെന്ന കാര്യമില്ല. സൂംബ വിഷയത്തിൽ വിവാദമുണ്ടാക്കേണ്ട കാര്യമില്ലെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള നടപടികൾ എതിർക്കേണ്ട കാര്യമില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു രാഹുൽ. ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഇത്തരം കാര്യങ്ങൾ വിവാദമാക്കേണ്ടതില്ല. യൂത്ത് കോൺഗ്രസ് നേതൃ ക്യാമ്പിലും ആരോഗ്യ പരിപാലനത്തിനുള്ള സെഷനുകൾ ഉണ്ടെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ആലപ്പുഴയിൽ പറഞ്ഞു. ടൈം ന്യൂസ്, ആലപ്പുഴ. സംസ്ഥാനത്തെ ഡിജിറ്റൽ സർവേയെക്കുറിച്ച് പഠിക്കുന്നതിന് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 15 അംഗ ഉന്നതതല ഉദ്യോഗസ്ഥ സംഘം ആലപ്പുഴ ജില്ലയിലെത്തി. ആര്യാട് വില്ലേജിലായിരുന്നു ആദ്യ സന്ദർശനം. സംസ്ഥാന സർക്കാരിന്റെ എന്റെ ഭൂമി ഡിജിറ്റൽ സർവേ പ്രവർത്തനങ്ങൾ നേരിട്ട് കാണാനും മനസ്സിലാക്കാനും എത്തിയ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 13 അംഗ ഉന്നതതല ഉദ്യോഗസ്ഥ സംഘം ശനിയാഴ്ച ആലപ്പുഴ ജില്ല സന്ദർശിച്ചു. IAS ഉദ്യോഗസ്ഥരായ ലഡാക്കിൽ നിന്നുള്ള തുഷാർ ആനന്ദ്, പശ്ചിമ ബംഗാളിൽ നിന്നുള്ള പവൻ കെറ്റിയാൻ എന്നിവരടങ്ങുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥ സംഘമാണ് രാവിലെ കളക്ടറേറ്റിലെത്തിയ ശേഷം സർവേ നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോയത്. രാജ്യത്ത് ആദ്യമായി ഡിജിറ്റൽ സർവേ വിജയകരമായി നടപ്പിലാക്കി വരുന്ന സംസ്ഥാനത്തെ റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനും സർവേയുടെ സാങ്കേതിക വശങ്ങൾ മനസ്സിലാക്കുന്നതിനുമാണ് സംഘം വിവിധ ജില്ലകളിലായി സന്ദർശനം നടത്തിയത്. രാവിലെ സിവിൽ സ്റ്റേഷനിലെത്തിയ സംഘം ജില്ലാ കളക്ടർ അലക്സ് വർഗീസുമായി കൂടിക്കാഴ്ച നടത്തി. ജില്ലയിൽ പുരോഗമിക്കുന്ന ഡിജിറ്റൽ സർവേയെക്കുറിച്ചും ജില്ലയുടെ ഭൗമശാസ്ത്രപരമായ സവിശേഷതകളെക്കുറിച്ചും കളക്ടർ സംഘാംഗങ്ങൾക്ക് വിശദീകരിച്ചു. തുടർന്ന് ജില്ലയിലെ ഡിജിറ്റൽ റീസർവേ ടീം അംഗങ്ങൾ എന്റെ ഭൂമി ഡിജിറ്റൽ സർവേയുടെ വിശദമായ PPT അവതരണം നടത്തി. കളക്ടറേറ്റിലെ യോഗത്തിന് ശേഷം ആര്യാട് തെക്ക് വില്ലേജിലെ ഡിജിറ്റൽ സർവേയുമായി ബന്ധപ്പെട്ട മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പ് സംഘം സന്ദർശിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലാൻഡ് റിസോഴ്സിലെ ഉദ്യോഗസ്ഥരായ ശ്യാംകുമാർ, ബ്രിജേഷ് സക്ലാനി, പുതുച്ചേരിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരായ S കാർത്തികേയൻ, അർജുൻ രാമകൃഷ്ണൻ, S കൂപ്പൻ, ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള M ശ്രീനിവാസ റാവു, DLBL കുമാർ, P കേശവകുമാരി, Y ജീവൻകുമാർ, ലഡാക്കിൽ നിന്നുള്ള സോനം നോർബോ, പശ്ചിമ ബംഗാളിൽ നിന്നുള്ള അർണബ് ബാസു എന്നിവരായിരുന്നു സംഘത്തിലെ മറ്റംഗങ്ങൾ. ADM ആശാസി എബ്രഹാം, സബ് കളക്ടർ സമീർ കിഷൻ, സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ് വകുപ്പ് DDV പ്രകാശ്, ഡെപ്യൂട്ടി കളക്ടർമാരായ J മോബി, അതുൽ S നാഥ് എന്നിവരും സംഘാംഗങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. ടൈം ന്യൂസ്, ആലപ്പുഴ. കേരള ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എംപ്ലോയീസ് യൂണിയന്റെ സംസ്ഥാന സമ്മേളനം ഞായറാഴ്ച ചേർത്തലയിൽ നടക്കും. ചേർത്തല VTM ഹാളിൽ സജ്ജമാക്കിയ ആനത്തലവട്ടം ആനന്ദൻ നഗറിലാണ് സമ്മേളനം നടക്കുന്നത്. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലെയും മെഡിക്കൽ കോളേജിലെയും വികസന സമിതിയുടെ കീഴിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ സംഘടനയാണ് കേരള ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എംപ്ലോയീസ് യൂണിയൻ. യൂണിയന്റെ 13ാമത് സംസ്ഥാന സമ്മേളനം ജൂൺ 29 ഞായറാഴ്ച ചേർത്തല VTM ഹാളിൽ വെച്ച് നടക്കുന്നു.
രാവിലെ 9:30 പുഷ്പാർച്ചനയും പതാക ഉയർത്തലും തുടർന്ന് 10 മണിക്ക് പ്രതിനിധി സമ്മേളനവും നടക്കും. പ്രതിനിധി സമ്മേളനം CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം ഉദ്ഘാടനം ചെയ്യും. മുൻ MLA-യും യൂണിയൻ സംസ്ഥാന പ്രസിഡന്റുമായ A. പ്രദീപ് കുമാർ അധ്യക്ഷത വഹിക്കും. സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് K. പ്രസാദ് സ്വാഗതം പറയും. സംസ്ഥാന ജനറൽ സെക്രട്ടറി K. സുനിൽകുമാർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും. സംസ്ഥാന ഖജാൻജി S. ഗിരിജ വരവ് ചിലവ് കണക്കുകൾ അവതരിപ്പിക്കും. തുടർന്ന് ചർച്ച, മറുപടി, പ്രമേയങ്ങൾ, കമ്മിറ്റി തിരഞ്ഞെടുപ്പ് എന്നിവയും നടക്കും. CITU ദേശീയ കൗൺസിൽ അംഗം R. നാസർ, CITU സംസ്ഥാന സെക്രട്ടറിമാരായ CB ചന്ദ്രബാബു, PP ചിത്തരഞ്ജൻ MLA, P. ഗാനകുമാർ, CITU ജില്ലാ പ്രസിഡന്റ് H. സലാം MLA, മുൻ MP അഡ്വക്കേറ്റ് A. എം ആരിഫ്, ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, CITU സംസ്ഥാന കമ്മിറ്റി അംഗം NR ബാബുരാജ്, CPM ചേർത്തല ഏരിയ സെക്രട്ടറി B. വിനോദ്, ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ തുടങ്ങിയവർ അഭിവാദ്യമർപ്പിച്ച സംസാരിക്കും. സ്വാഗത സംഘം ജനറൽ കൺവീനർ P. ഷാജിമോൻ കൃതജ്ഞത രേഖപ്പെടുത്തും. ടൈം ന്യൂസ്, ചേർത്തല. പുന്നപ്ര വയലാർ സമരനായകനും കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന CK കുമാരപ്പണിക്കർക്ക് സ്മരണാഞ്ജലി. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്ന കുമാരപ്പണിക്കർ ഓർമ്മയായിട്ട് 68 വർഷം. ഐതിഹാസികമായ വയലാർ സമരത്തിന്റെ നായകൻ വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്ന CK കുമാരപ്പണിക്കരുടെ 68ാമത് ചരമദിനം ആചരിച്ചു. ചേർത്തല വയലാറിലെ പുരാതന തറവാടായ കുന്തിരിക്കുശ്ശേരിയിൽ കുട്ടിപ്പണിക്കരുടെയും ചീരപ്പഞ്ചിറ പാർവതിയമ്മയുടെയും മകനായി 1906 നവംബറിൽ ജനിച്ചു. കമ്മ്യൂണിസ്റ്റ് നേതാവ് CG സദാശിവനുമായുള്ള അടുത്ത സൗഹൃദം വഴി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെത്തി. ചേർത്തലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ട്രേഡ് യൂണിയനുകളുടെയും ശൈശവകാലം. അസാമാന്യമായ പോരാട്ട വീര്യത്തിന്റെ കരുത്തുമായി വളരെ വേഗം കുമാരപ്പണിക്കർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ട്രേഡ് യൂണിയനുകളുടെയും തലപ്പത്തെത്തി. വയലാർ സമരത്തിന് ശേഷം പട്ടാളം കുന്തിരിശ്ശേരി തറവാട് പൊളിച്ചു അമൂല്യമായ സമ്പത്ത് കൊള്ളയടിച്ചു. 1957 കമ്മ്യൂണിസ്റ്റ് സർക്കാർ കുമാരപ്പണിക്കരുടെ കുടുംബത്തിന് വന്ന നഷ്ടം കണക്കാക്കി 10 ലക്ഷം രൂപ നൽകാൻ നിശ്ചയിച്ചെങ്കിലും ആ ദേശാഭിമാനി കുടുംബം അത് നിരസിച്ചു. P. കൃഷ്ണപിള്ള അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുൻനിര നേതാക്കളെല്ലാം കൂന്തിരിശ്ശേരി തറവാട്ടിൽ ഒളിവ് ജീവിതം നയിച്ചിട്ടുണ്ട്. നിരോധിച്ച പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടന്ന അപൂർവ ചരിത്രവും ഈ തറവാടിനുണ്ട്. 1957 ജൂൺ 28-ന് 51 വയസ്സിൽ CK കുമാരപ്പണിക്കർ അന്തരിച്ചു. തുടർന്ന് CK കുമാരപ്പണിക്കരുടെ മകൻ CK ചന്ദ്രപ്പൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിലെ സൂര്യശോഭയുള്ള നേതാവായി ഉയർന്നു. CPIയുടെ സംസ്ഥാന സെക്രട്ടറിയായി ദീർഘകാലം സേവനവും അനുഷ്ഠിച്ചിട്ടുണ്ട്. ടൈം ന്യൂസ്, ചേർത്തല. ആലപ്പുഴയിൽ R. മാനസൻ മാധ്യമ പുരസ്കാരം സമ്മാനിച്ചു. അനുസ്മരണ സമ്മേളനവും ഇതോടൊപ്പം നടന്നു. ആലപ്പുഴയിലെ മാധ്യമ പ്രവർത്തകനായിരുന്ന R. മാനസന്റെ സ്മരണയ്ക്കായി ആലപ്പുഴ പ്രസ് ക്ലബ്ബ് ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരം സമ്മാനിച്ചു. അവാർഡ് ജേതാവായ മാതൃഭൂമി ന്യൂസ് കോട്ടയം റിപ്പോർട്ടർ ST ഷിനോജിന് ഗാനരചയിതാവ് വയലാർ ശരത്ചന്ദ്രവർമ്മ പുരസ്കാരം സമ്മാനിച്ചു. അവാർഡ് ജേതാവ് ST ഷിനോജ് മറുപടി പ്രസംഗം നടത്തി. ആലപ്പുഴ പ്രസ് ക്ലബ്ബ് ഹാളിൽ നടന്ന വിക്ടർ ജോർജ്, ജോയ് വർഗീസ്, R. മാനസൻ, KD ദയാൽ അനുസ്മരണ സമ്മേളനം PP ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. മാധ്യമ പ്രവർത്തനത്തെ സംബന്ധിച്ച് പല കോണുകളിൽ പലതരത്തിലുള്ള വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ടാകാം. എന്നാൽ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിലകളിൽ ഒന്ന് തന്നെയാണ് മാധ്യമ മേഖല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇന്നിപ്പോൾ പലതരത്തിലുള്ള ആക്ഷേപങ്ങളും പരാതികളും ഒക്കെ ചിലപ്പോൾ ഉയർന്നു വരാറുണ്ട്. പലപ്പോഴും പ്രവർത്തിക്കുന്നയാൾ ഒരു ഉപകരണമായി മാറേണ്ടി വരും. ഏത് സ്ഥാപനമാണോ ജോലിയെടുക്കുന്ന ആ സ്ഥാപനത്തിന് താല്പര്യത്തിനനുസരിച്ച് നീങ്ങേണ്ടി വരും. അതിൻ്റേതാകുന്ന ഒത്തിരി പരിമിതികളുണ്ടെങ്കിൽ പോലും ആ പരിമിതികളെയെല്ലാം മറികടന്നുകൊണ്ട് ഈ തൊഴിലിനോട് അല്ലെങ്കിൽ ഈ ഉത്തരവാദിത്വത്തോട് നീതി പുലർത്തുവാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നമ്മുടെ മാധ്യമപ്രവർത്തകരിൽ മഹാഭൂരിപക്ഷവും നടത്തുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് റോയി കൊട്ടാർച്ചിറ അധ്യക്ഷത വഹിച്ചു. ട്രഷറർ സുരേഷ് തോട്ടപ്പള്ളി സ്വാഗതവും എക്സിക്യൂട്ടീവ് അംഗം അബ്ദുൾ സലാം നന്ദിയും പറഞ്ഞു. ടൈം ന്യൂസ്, ആലപ്പുഴ. സൈക്കിളും സൈക്ലിങ്ങും ജീവിതത്തിന്റെ ഭാഗമാക്കിയ ചേർത്തലക്കാരൻ ലോക സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ ഒരുങ്ങുന്നു. ചേർത്തല സ്വദേശിയായ ശ്രീനാഥ് ലക്ഷ്മികാന്ത് നായിക് ലോക ചാമ്പ്യനാകാനുള്ള കഠിനമായ പരിശ്രമത്തിലാണ്. ചേർത്തല സ്വദേശിയായ ശ്രീനാഥ് ലക്ഷ്മികാന്ത് നായിക് ലോക ചാമ്പ്യനാകാനുള്ള കഠിനമായ പരിശ്രമത്തിൽ. ചേർത്തല ശിവസദനത്തിൽ ലക്ഷ്മികാന്ത് നായിക്കിൻ്റെയും ഹേമ നായിക്കിൻ്റെയും മകനാണ് ശ്രീനാഥ് ലക്ഷ്മികാന്ത് നായിക്. 2011 ആരംഭിച്ച സൈക്കിൾ യാത്രയാണ് ഇപ്പോൾ ലോക സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിലേക്ക് എത്തുന്നത്. ഒക്ടോബർ മാസത്തിൽ നെതർലാൻഡിൽ നടക്കുന്ന ലോക ചാമ്പ്യൻഷിപ്പിൽ ശ്രീനാഥ് ലക്ഷ്മികാന്ത് പങ്കെടുക്കും. ഇന്റർനാഷണൽ സൈക്ലിംഗ് യൂണിയൻ ഗ്രാവൽ വേൾഡ് ചാമ്പ്യൻഷിപ്പാണ്
ഒക്ടോബറിൽ നെതർലാൻഡിൽ നടക്കുന്നത്. 19-34 പ്രായക്കാരുടെ വിഭാഗത്തിലാണ് 28 വയസ്സുള്ള ശ്രീനാഥ് മത്സരിക്കുന്നത്. സ്കോട്ട്ലാൻഡിൽ നടന്ന ആദ്യ യോഗ്യതാ മത്സരത്തിൽ പുറത്തായെങ്കിലും കെനിയയിലെ നൈവാഷയിൽ നടന്ന അടുത്ത യോഗ്യതാ മത്സരത്തിൽ 6ാമതായി ഫിനിഷ് ചെയ്ത ഗ്രാവൽ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ സീറ്റ് ഉറപ്പിക്കുകയായിരുന്നു. അതിസാഹസികത നിറഞ്ഞ ഓഫ് റോഡ് റേസിംഗ് മത്സരമാണ് ഗ്രാവൽ. വിദ്യാഭ്യാസ കാലത്ത് ആരംഭിച്ച സൈക്കിൾ യാത്രയാണ് ഇതുവരെ എത്തി നിൽക്കുന്നതെന്ന് ശ്രീനാഥ് പറഞ്ഞു. സൈക്ലിംഗ് നമ്മൾ ആലപ്പുഴക്കാര് എന്നും സൈക്കിളാണല്ലോ നമ്മുടെ മെയിൻ ഒരു യാത്രാമാർഗം. സ്കൂളിൽ പോകാനാണെങ്കിലും കടയിൽ പോകാനാണെങ്കിലും നമ്മളെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സൈക്കിളാണ്. അപ്പൊ ഞാനും അതുപോലെയാണ് സൈക്കിള് ചവിട്ടി തുടങ്ങിയത്. എൻ്റെ അച്ഛൻ ഉച്ചയ്ക്ക് വീട്ടിൽ വന്നിരിക്കുമ്പോൾ അച്ഛൻ്റെ സൈക്കിൾ എടുത്താണ് പോയി അങ്ങനെ തുടങ്ങിയതാ. പിന്നെ റേസിംഗ് സൈക്കിള് എനിക്ക് എൻ്റെ അമ്മുമ്മ എനിക്ക് കായംകുളത്തുനിന്ന് ഒരെണ്ണം തന്നു വിട്ടതാ. അങ്ങനെയാണ് ഈ റേസിംഗ് സൈക്കിൾ എന്താണെന്ന് അത് ചവിട്ടുന്നതും ഒക്കെ ഞാൻ ചവിട്ടാനും ഒക്കെ തുടങ്ങിയത്. ഞാൻ TD സ്കൂളിലാണ് പഠിച്ചത്. അപ്പം എനിക്ക് ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ സൈക്കിളിലാണ് പോയിക്കൊണ്ടിരുന്നത്. കാരണം നമുക്ക് സ്കൂളിലെ ബസ്സിന്റെ അലവൻസ് ഒരു സമയം കഴിഞ്ഞാൽ കിട്ടത്തില്ലല്ലോ. അപ്പോൾ ഞാൻ ആ വൈകുന്നേരങ്ങളിൽ 9 മണിക്കൊക്കെ ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പം മിക്കപ്പോഴും സൈക്കിളിലാണ് പോയിക്കൊണ്ടിരുന്നത് രാത്രിയൊക്കെ. അപ്പോൾ അങ്ങനെ സൈക്ലിങ്ങിനോട് എനിക്ക് എപ്പോഴും ഒരു ക്രേസ് ഉണ്ടായിരുന്നു. പിന്നെ കോളേജിൽ ചെന്ന് കഴിഞ്ഞാണ് എനിക്ക് സ്പോർട്സ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം റണ്ണിങ് ആണ് ആദ്യം തുടങ്ങിയത്. അപ്പം ഞാനൊരു ദിവസം ഇങ്ങനെ യൂണിവേഴ്സിറ്റിയിലെ സാറിന്റെ ഓഫീസിൽ ചെന്നപ്പോൾ അവിടെ സൈക്കിൾ ഇരിക്കുന്നത് കണ്ട് അങ്ങനെ സൈക്ലിംഗ് ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ സൈക്കിൾ ചവിട്ടി. ഇടയ്ക്ക് ഞാൻ ചേർത്തലയിൽ നിന്ന് എറണാകുളത്ത് മഹാരാഷ്ട്രയിലാണ് ഞാൻ പഠിച്ചത് BSc ഫിസിക്സ്. അപ്പം ആഴ്ചയിൽ 2 ദിവസമൊക്കെ ഞാൻ സൈക്കിളിൽ പോകുമായിരുന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോൾ അവർ സൈക്ലിംഗ് എന്നാ തുടങ്ങിക്കോന്നും പറഞ്ഞ് അങ്ങനെ മഹാരാജസിൽ നിന്നാണ് സൈക്ലിംഗ് തുടങ്ങുന്നത്. എൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് 2013 ഞാൻ ചവിട്ടിയത്. ആ സമയത്ത് ഞാൻ 8ാമത് സ്റ്റേറ്റിൽ ഫിനിഷ് ചെയ്തു. ഒരു 45-40ഓളം പേരുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ സൈക്ലിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ ആ വർഷം അത്യാവശ്യം നല്ല സീരിയസ് ആയിട്ട് അതിനെപ്പറ്റി അറിഞ്ഞു കഴിഞ്ഞപ്പം കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യണമെന്ന് തോന്നി. അപ്പം എൻ്റെ ആദ്യത്തെ കോച്ചിന്റെ പേര് ലൂയിസ് എന്നാ. അപ്പം അത് കഴിഞ്ഞ് ക്രിസ്വിൻ വിൻസെന്റ് എന്ന് പറഞ്ഞ സാറ് വന്നു. അത് നമ്മുടെ ഈ മിലൻ എന്ന് പറഞ്ഞ ചേട്ടന്റെ കോച്ചായിരുന്നു. ആ സാറ് വന്നു കഴിഞ്ഞ് ഞങ്ങൾക്ക് നല്ലോണം ഇമ്പ്രൂവ്മെന്റ് വന്നു. അതിന്റെ അടുത്ത വർഷം സ്റ്റേറ്റില് ഞങ്ങള് 3ാമത് ഫിനിഷ് ചെയ്ത് സ്റ്റേറ്റിൽ പൊസിഷൻ 3ാമത് വന്നേന്ന് തോന്നുന്നു. 3ാമത് വന്ന് എനിക്ക് കേരള ടീമിൽ സെലക്ഷൻ കിട്ടി. അങ്ങനെ ഒരു 2016-15 ഒരു സാധാരണ ലെവലിൽ സ്റ്റേറ്റ് ലെവലിൽ പോകും, നാഷണൽ പങ്കെടുത്തിട്ട് വരും, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. പിന്നീടാണ് നമ്മൾ ഒരുപാട് ഓപ്പൺ റേസുകൾക്ക് പോകാൻ തുടങ്ങി നാഷണൽ ലെവലിൽ. അങ്ങനെ കോയമ്പത്തൂര് വെച്ച് നടന്ന ഒരു മത്സരത്തിന് എനിക്ക് ഫസ്റ്റ് കിട്ടി. അങ്ങനെ ഒരു സ്കോട്ട് എന്ന് പറഞ്ഞൊരു ടീമുണ്ട്, അതൊരു ഇന്റർനാഷണൽ ബ്രാൻഡ്. അവരുടെ ഇന്ത്യൻ അത്ലറ്റ് സ്കീമിൽ എനിക്ക് കിട്ടി. അവർ സ്പോൺസർഷിപ്പ് ചെയ്ത് എനിക്കൊരു ഫോറിൻ കോച്ച് ഒക്കെ കോച്ചിങ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആണ് ഞാനൊരു നാഷണലിൽ തന്നെ ഒരു അത്യാവശ്യം നല്ല ലെവലിലോട്ട് സൈക്കിൾ ചെയ്യാൻ തുടങ്ങിയത് 2017 കാലഘട്ടത്തിലാണ്. സ്പോർട്സിനോട് താല്പര്യമുണ്ടായിരുന്നതിനാൽ ഓട്ടത്തിലായിരുന്നു ശ്രീനാഥിന്റെ ആദ്യ ശ്രമം. പിന്നീടാണ് സൈക്ലിങ്ങിനെ കുറിച്ച് അറിയുന്നത്. പിന്നീട് ഇന്ത്യയിൽ നടന്ന മിക്ക സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പുകളിലും പങ്കെടുത്തു. വിവിധ റേസിംഗ് ടീമുകളോടൊപ്പം ചേർന്നു. 3 മാസത്തോളം ബെൽജിയത്തിൽ പോയി പരിശീലനം നടത്തി. 2019 സൈക്ലിംഗ് പരിശീലനത്തിനൊപ്പം വരുമാനത്തിനായി സൈക്കിൾ കച്ചവടവുമായി ഊട്ടിയിലേക്ക് താമസം മാറ്റി. ഇപ്പോൾ ഊട്ടിയിലാണ് താമസം. 2022-23 വർഷത്തിലെ ദേശീയ ഗെയിംസിൽ മെഡൽ സ്വന്തമാക്കി. 2023 സ്കോട്ട്ലൻഡിൽ നടന്ന ഗ്രാൻഡ് ഫോണ്ടോ ചാമ്പ്യൻഷിപ്പിലും പങ്കെടുത്തു. പുതുതായി എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹമാണ് ഗ്രാവൽ ചാമ്പ്യൻഷിപ്പിൽ എത്തിച്ചതെന്ന് ശ്രീനാഥ് പറഞ്ഞു. 2021 മുതൽ തമിഴ്നാടിനെയാണ് ശ്രീനാഥ് പ്രതിനിധാനം ചെയ്യുന്നത്. അമേരിക്കക്കാരനായ ടോം ഡാനിയലിന് കീഴിലാണ് പരിശീലനം. ഊട്ടിയിലെ അധ്യാപികയായ സംഗീത ജയറാമാണ് എല്ലാ പിന്തുണയും നൽകുന്നത്. ശിവാനന്ദ് നായിക്കാണ് ശ്രീനാഥിൻ്റെ സഹോദരൻ. സ്കോട്ട്ലൻഡിൽ നടക്കുന്ന ലോക സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ വിജയം കൈവരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണെന്നും ശ്രീനാഥ് പറഞ്ഞു. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തല ടൗൺ റോട്ടറി ക്ലബിന്റെ കുടുംബസംഗമവും പുരസ്കാര സമർപ്പണവും നടന്നു. ഗാനരചയിതാവ് വയലാർ ശരത്ചന്ദ്രവർമ്മ ഉദ്ഘാടനം ചെയ്തു. ചേർത്തല ടൗൺ റോട്ടറി ക്ലബിന്റെ ഈ വർഷത്തെ അവസാന കുടുംബസംഗമം നടന്നു. ടൗൺ റോട്ടറി ഹാളിൽ നടന്ന സംഗമം പ്രശസ്ത ചലച്ചിത്ര ഗാനരചയിതാവും കവിയുമായ വയലാർ ശരത്ചന്ദ്രവർമ്മ ഉദ്ഘാടനം ചെയ്തു. ഒന്നിനും അവസാനമില്ല. ഞാൻ തീരുന്നതോടെ ലോകം തീരുന്നുണ്ട്. നമ്മുടെ വെറും ദുർബലമായ ചിന്ത മാത്രമാണ്. ഇതിങ്ങനെ പോകും. ആ
ഭാസ്കര ഭാഷ പാട്ട് പോലെ കാലം മാറി വരും, കാറ്റിൻ ഗതി മാറും, കടൽ വെറ്റി കരയാകും, കരവെഞ്ഞ് കടലാകും, കഥയിൽ തുടർന്നു വരും. ഇതാണ് ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഞാനങ്ങ് പോവും, അതുകൊണ്ട് എല്ലാം തീരുന്നുള്ള ആഗ്രഹമുണ്ട്. ആരും പോയാലും ആരും പിന്നെയും വന്നുകൊണ്ടിരിക്കും അല്ലേ. ഒരു തിരമാലമുണ്ട്, ഞാൻ എന്ന ഭാവങ്ങളിൽ തിര പറയും. വലിയ അസലായിട്ട് പോകും, ഞാനാണ് ഏറ്റവും വലിയ അഹങ്കാരി എന്നുള്ള തിരമാല വന്നെങ്കിൽ തിരമാലയ്ക്ക് താഴ്ന്നേ പറ്റും. പുറകെയാണ് തിരമാല വന്നുകൊണ്ടേയിരിക്കും. റോട്ടറി പ്രസ്ഥാനം സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന സേവനങ്ങളെ മഹാഭാരതത്തിലെ കർണന്റെ അനുകമ്പയോടും ദാനശീലത്തോടും വീക്ഷിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് റൊട്ടേറിയൻ NG നായർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ റോട്ടറി അംഗങ്ങളുടെ മക്കളായ വിനീത് വേണുഗോപാൽ, ചെൽസി സെസിൽ, അഞ്ജലീന അനിൽ, മാളവിക സോണി എന്നിവരെ പുരസ്കാരം നൽകി ആദരിച്ചു. ചേർത്തല മുതൽ കാശ്മീർ LOC വരെ ബുള്ളറ്റ് ടു ബുള്ളറ്റ് എന്ന ബുള്ളറ്റ് യാത്രാ ദൗത്യം നടത്തിയ റൊട്ടേറിയൻ അരുൺ മേനോയെയും ആദരിച്ചു. കൂടാതെ റോട്ടറി ഡിസ്ട്രിക്ട് പ്രൊജക്ടായ ഉയരിയുടെ ഭാഗമായി ഭിന്നശേഷിക്കാരിയായ നീതു എന്ന സ്ത്രീക്ക് സ്വയം തൊഴിലായി ലോട്ടറി കച്ചവടം നടത്തുന്നതിന് ക്ലബിന്റെ വകയായി 4 ചക്ര പെട്ടിവണ്ടിയുടെ താക്കോൽദാന കർമ്മവും നടന്നു. അസിസ്റ്റന്റ് ഗവർണർ ഡോക്ടർ ശ്രീദേവനും നിയുക്ത പ്രസിഡന്റ് ജോസഫ് കുര്യനും ആശംസകൾ അർപ്പിച്ചു. സെക്രട്ടറി ഡോക്ടർ MN ലൂക്കോസ് റിപ്പോർട്ടും ഫസ്റ്റ് ലേഡി ഡോക്ടർ പ്രഭാജി നായർ നന്ദിയും രേഖപ്പെടുത്തി. ടൈം ന്യൂസ്, ചേർത്തല. കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളക്കെട്ടിന്റെ ദുരിതക്കയത്തിൽ 2 കുടുംബങ്ങൾ. വീടിനു ചുറ്റും മുട്ടപ്പം വെള്ളം പൊങ്ങിയതിനാൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വൃദ്ധയ്ക്ക് പുറത്തിറങ്ങാനും കഴിയാത്ത സ്ഥിതി. ചേർത്തല നഗരസഭ 15-ാം വാർഡിൽ മണവേലി പടിഞ്ഞാറ് ഭാഗത്താണ് വെള്ളക്കെട്ട് രൂക്ഷമായത്. വിശാലമായ പാടശേഖരത്തിന് സമീപത്തുള്ള 2 കുടുംബങ്ങളാണ് കൂടുതൽ പ്രതിസന്ധി നേരിടുന്നത്. നികർത്തിൽ പുരുഷോത്തമന്റെ വീടിന് ചുറ്റും വെള്ളം നിറഞ്ഞിരിക്കുന്നു. ദിവസങ്ങളായി തുടരുന്ന വെള്ളക്കെട്ട് പരിഹാരമില്ലാതെ നീളുകയാണ്. തൊട്ടടുത്ത് നികർത്തിൽ രമണിദാസന്റെ സ്ഥിതിയും പരിതാപകരമാണ്. പ്രായാധിക്യമുള്ള രമണി ഇവിടെ ഒറ്റയ്ക്കാണ് താമസം. വീടിന് ചുറ്റും വെള്ളം പൊങ്ങിയതിനാൽ പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത സ്ഥിതിയിലാണ്. എനിക്ക് ആരും ഒരു സഹായം ഇല്ലാത്ത ഒറ്റക്കുള്ള ആളാണ് ഞാൻ. എൻ്റെ പേരെയൊക്കെ പോയിരിക്കുകയാണ്. എനിക്ക് മറ്റാരും സഹായത്തിനില്ല. പേരെയൊക്കെ മുകളും താഴെയൊക്കെ പൊട്ടി പൊളന്നിരിക്കുകയാണ്. മഴവെള്ളം വീണ് മുകളിൽ നിന്നും വീഴും താഴെ നിന്നും ഒക്കെ വീഴും. എന്തെങ്കിലും ഒരു സഹായം എനിക്ക് തന്നെ. വെള്ളം ഒഴുകിപ്പോകാനുണ്ടായിരുന്ന വഴികളെല്ലാം അടഞ്ഞതാണ് വെള്ളപ്പൊക്കത്തിന് കാരണമായതെന്ന് നാട്ടുകാർ പറയുന്നു. ഈ ഇവിടുത്തെ വെള്ളപ്പൊക്കത്തിന് ഒരു കാരണമുണ്ടായിരുന്നത് നിലവിലുണ്ടായിരുന്നൊരു തോട് ഇപ്പോൾ നിവർത്തി റോഡ് മുനിസിപ്പാലിറ്റി റോഡ് ഇട്ടപ്പോഴത്തേക്ക് ഇത് പിന്നെ റോഡ് വഴി അടച്ചുണ്ട്, റോഡിട്ട് പോയി. അപ്പോൾ വെള്ളം പോകാനുള്ള വഴി ഇപ്പം വഴി തിരിച്ചു വിട്ടു. എന്നുവെച്ചാൽ ഈ ഇടയ്ക്ക് പാടത്ത് കൂടിയാക്കി വഴി. അപ്പോൾ ഈ പാടത്തേക്ക് വന്ന വെള്ളം ഈ പുല്ല് പിടിച്ച് കൊണ്ട് വെള്ളം ഇങ്ങോട്ട് കയറുന്നതാണ് ഇത്രയും വെള്ളപ്പൊക്കത്തിനൂടെ കാരണം. ഇപ്പോൾ ഈ മഴ പെയ്യാതിരുന്നാലും ഇപ്പോൾ ഒരാഴ്ച മഴ പെയ്യാതിരുന്നാൽ ഈ വെള്ളം കുറയും. അല്ലാതെ കൊണ്ട് ഇത് പറ്റുകയില്ല. പറ്റണമെങ്കിൽ പിന്നെ ദിവസങ്ങളെടുക്കും. അതിന് കാരണം വെള്ളം ഒഴുകാനുള്ള ഇതിൻ്റെ അവിടെ കലുങ്കില്ലെങ്കിലും വലിയൊരു കുഴലിട്ടുണ്ട് റോഡിട്ട് പോയാൽ കുഴപ്പമില്ലായിരുന്നു. അത് ചെയ്തില്ല. ഇതിനു വേണ്ടിയിട്ട് ഞാൻ പിന്നെ മുനിസിപ്പാലിറ്റിയുടെ അപേക്ഷ കൊടുത്തു. അതിന് ഇതുണ്ടായില്ല. ആലുവക്കിൽ കൊടുത്തു, അതിനും ഫലം വന്നില്ല. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ കൊണ്ടുപോയി അപേക്ഷ കൊടുത്തു. ഇതിന് യാതൊരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ പ്രദേശത്തെ നിരവധി കുടുംബങ്ങളും വെള്ളപ്പൊക്ക ദുരിതം നേരിടുന്നുണ്ട്. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തല മുട്ടം പള്ളി വികാരി റവറൻ ഡോക്ടർ ആൻഡോ ചേരാംതുരുത്തിയെ എറണാകുളം അങ്കമാലി അതിരൂപത വികാരി ജനറലായി നിയമിച്ചു. ജൂലൈ 3-ന് ചുമതലയേൽക്കും. റവറൻ ഡോക്ടർ ആൻഡോ ചേരാംതുരുത്തി പുതിയ ചുമതലയിലേക്ക്. ചേർത്തല മുട്ടംപള്ളി വികാരി റവറൻ ഡോക്ടർ ആൻഡോ ചേരാംതുരുത്തിയെ എറണാകുളം അങ്കമാലി അതിരൂപത വികാരി ജനറലായി നിയമിച്ചു. ജൂലൈ 3-ന് ചുമതലയേൽക്കും. കാലടി കൊറ്റമം സ്വദേശിയായ ആൻഡോ ചേരാംതുരുത്തി കഴിഞ്ഞ 5 വർഷമായി ചേർത്തല മുട്ടംപള്ളി വികാരിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു. മുട്ടംപള്ളിയിൽ ഞായറാഴ്ച വൈകിട്ട് യാത്രയപ്പ് ചടങ്ങും നടക്കും. ടൈം ന്യൂസ്, ചേർത്തല. ആര്യാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മുഹമ്മ മദർ തെരേസ ഹൈസ്കൂളിൽ RO പ്ലാന്റ് നിർമ്മിച്ചു നൽകി. ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KD മഹീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആര്യാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മുഹമ്മ മദർ തെരേസ ഹൈസ്കൂളിൽ RO പ്ലാന്റ് നിർമ്മിച്ചു നൽകി. ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KD മഹീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വാട്ടർ പ്ലാന്റ് നിർമ്മിക്കാൻ 1 വർഷത്തിൽ അത് പൂർത്തിയാകും. അത് പൂർത്തിയാകുന്നതോടെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം സമ്പൂർണ്ണമായി പരിഹരിക്കപ്പെടും. മറ്റു പല കാര്യങ്ങളും ചെയ്യുന്നത് പോലെ ഈ കാര്യങ്ങളിൽ ശ്രദ്ധ വെച്ചുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. അത് തീർച്ചയായും ആ മേഖലയിലെ പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് എന്ന് മാത്രമേ സൂചിപ്പിച്ചു.
2023-24 സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തി 6 ലക്ഷം രൂപ ചെലവഴിച്ചാണ് RO പ്ലാന്റ് നിർമ്മിച്ചത്. മുഹമ്മ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NT റിജി, മുഹമ്മ ഗ്രാമപഞ്ചായത്ത് അംഗം വിഷ്ണു വി വട്ടച്ചിറ, സ്കൂൾ മാനേജർ ഫാദർ പോൾ തുണ്ടുപറമ്പിൽ CMI, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശരവണൻ എന്നിവർ സംസാരിച്ചു. ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു രാജീവ് സ്വാഗതവും ഹെഡ് മിസ്ട്രസ് മെയ്മോൾ ജോസഫ് നന്ദിയും പറഞ്ഞു. ടൈം ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിൽ പൊളിറ്റിക്കൽ സയൻസിൽ മുഴുവൻ മാർക്കും വാങ്ങിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പ്രതിഭാ പുരസ്കാരം എന്ന പേരിലാണ് അനുമോദനം ഒരുക്കിയത്. ആലപ്പുഴ ജില്ലയിൽ പൊളിറ്റിക്കൽ സയൻസിൽ മുഴുവൻ മാർക്കും വാങ്ങിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പ്രതിഭാ പുരസ്കാരം എന്ന പേരിലാണ് അനുമോദനം ഒരുക്കിയത്. പൊളിറ്റിക്കൽ സയൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നും 1-ാം വർഷവും 2-ാം വർഷവും മുഴുവൻ മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. പ്രതിഭാ പുരസ്കാരം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചും ആ തരത്തിൽ തന്നെ നമുക്ക് കൂടുതൽ വളർത്താൻ കഴിയുന്ന ചിന്തകളെ കുറിച്ചുള്ള ഒരു പതിവിൽ കഴിഞ്ഞ അനുഭവം ലഭ്യമാക്കാൻ പറ്റുന്നില്ല. ഒരു സാധാരണ വിദ്യാർത്ഥി ഏതെങ്കിലും വിഷയത്തിൽ പോലെയുള്ള വിഷയം നിങ്ങൾ രാഷ്ട്രത്തെ കുറിച്ച് പഠിക്കുമ്പോൾ, രാഷ്ട്രീയത്തെ കുറിച്ച് പഠിക്കുമ്പോൾ, ഭരണാധികാരത്തെ കുറിച്ച് പഠിക്കുമ്പോൾ, അധികാരത്തിന്റെ പ്രയോഗത്തെ കുറിച്ച് പഠിക്കുമ്പോഴെല്ലാം നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുന്ന ജീവിത മേഖലകളിൽ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടി വരുന്നത് പലതിനെയും പഠിക്കുന്ന കഴിവുണ്ട്. ഒരുപക്ഷെ ഞങ്ങൾ പൊളിറ്റീഷ്യൻസിനേക്കാൾ കൂടുതലായി ഇതിലെ കാര്യങ്ങൾ കുറച്ചുകൂടിയാണ് ഇതിൽ പഠിക്കുന്നത്. അറവാട് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ പരിപാടിയിൽ NG രാധേഷ് കുമാർ അധ്യക്ഷനായി. KK നഹാർ, പ്രദീപ് കുമാർ, ധന്യാർ ആനന്ദ്, R. ബിന്ദു, സ്മിത ബാനു, മുഹമ്മദ് ഫൈസൽ എന്നിവർ സംസാരിച്ചു. അജിയസ് നായർ സ്വാഗതം പറഞ്ഞു. ടൈം ന്യൂസ്, ആലപ്പുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPI ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന് ആവേശകരമായ തുടക്കം. ഭരണിക്കാവിൽ നടക്കുന്ന സമ്മേളനം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു. ചുവപ്പ് സേന മാർച്ചിൽ 100 കണക്കിന് വോളണ്ടിയർമാർ അണിനിരന്നു. നിലമ്പൂരിലെ തോൽവിയിലുണ്ടായ കുറവുകൾ നികത്തുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ജയിച്ചാൽ അഹങ്കരിക്കുന്നവരും തോറ്റാൽ തളരുന്നവരുമല്ല കമ്മ്യൂണിസ്റ്റുകാരെന്നും ബിനോയ് വിശ്വം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന രാഷ്ട്രീയ പഠന ക്യാമ്പ് ആലപ്പുഴയിൽ ആരംഭിച്ചു. 3 നാൾ നീളുന്ന ക്യാമ്പ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. സൂംബ വിഷയത്തിൽ വിവാദമുണ്ടാക്കേണ്ട കാര്യമില്ലെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള നടപടികൾ എതിർക്കേണ്ട കാര്യമില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തെ ഡിജിറ്റൽ സർവേയെക്കുറിച്ച് പഠിക്കുന്നതിന് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 15 അംഗ ഉന്നതതല ഉദ്യോഗസ്ഥ സംഘം ആലപ്പുഴ ജില്ലയിലെത്തി. ആര്യാട് വില്ലേജിലായിരുന്നു ആദ്യ സന്ദർശനം. സൈക്കിളും സൈക്ലിംഗും ജീവിതത്തിന്റെ ഭാഗമാക്കിയ ചേർത്തലക്കാരൻ ലോക സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ ഒരുങ്ങുന്നു. ചേർത്തല സ്വദേശിയായ ശ്രീനാഥ് ലക്ഷ്മികാന്ത് നായിക് ലോക ചാമ്പ്യനാകാനുള്ള കഠിനമായ പരിശ്രമത്തിലാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.